യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ, ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അല്പസമയം ദൈവത്തിന്റെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണം. അപ്പാ, അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ചേർന്നൊരു ഹല്ലേലൂയ. ഇങ്ങനെയാണ് യൂദ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. യൂദ പറയുന്നത് നമ്മുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസം തന്നെ പല രീതിയിലുണ്ട്. ഹല്ലേലൂയ. വിശ്വാസമുണ്ട്, സാധാ വിശ്വാസമുണ്ട്, അതിവിശുദ്ധ വിശ്വാസമുണ്ട്. ആമേൻ. പക്ഷെ ഇവിടെ യൂദ പറയുന്നു, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. യൂദ എങ്ങനെ പറയുന്നു? നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തണം. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ എന്ത് വരുത്തണം? ആത്മീക വർധനവ് വരുത്തണം. നിങ്ങൾ ആത്മീകമായി വർദ്ധിക്കണം. ഭൗതികമായി വർദ്ധിക്കുന്നതിനേക്കാൾ ആത്മീകമായി ഞാനും നീയും വർദ്ധിക്കണം. നിങ്ങളുടെ സ്തോത്രം വർദ്ധിക്കണം, നിങ്ങളുടെ സ്തുതി വർദ്ധിക്കണം, നിങ്ങളുടെ സാക്ഷ്യം വർദ്ധിക്കണം, നിങ്ങളുടെ വചനം വർദ്ധിക്കണം, നിങ്ങൾ ദൈവത്തിൽ ഇരിക്കുന്നത് വർദ്ധിക്കണം. ആമേൻ. യൂദ പറയുന്നത് കണ്ടോ? നിങ്ങൾ ആത്മീകമായി വർദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എപ്പോഴാണോ ആത്മീകമായി കയറിയത് അതുകൊണ്ടാണ് ദൈവം എന്നെ ഇതുവരെ നിർത്തിയത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴാണോ എന്റെ ദൈവത്തെ ചേർത്ത് പിടിച്ചത് അതുകൊണ്ട് ഇതുവരെയും എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, ഞാനും നീയും ആത്മീകമായി വർദ്ധിക്കണം. ഭൗതികമായി വർദ്ധിക്കണമെങ്കിൽ ഒരു കുട്ടൻസ് പറയാം, നീ ആത്മീകമായി വർദ്ധിച്ചാൽ നിന്റെ കുടുംബം ഭൗതികമായി വർദ്ധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽ അറിയണം, ആത്മീകമായി എപ്പോ വർദ്ധിക്കുമോ അപ്പോഴും മുതൽ ഭൗതികം വർദ്ധിക്കാൻ തുടങ്ങും. പക്ഷെ ആദ്യം വർദ്ധിക്കേണ്ടത് ആത്മീകമായിരിക്കണം, ദൈവമായിട്ടുള്ള ബന്ധമായിരിക്കണം. ഇന്ന് രാവിലെ ഞാനും നീയുമായിട്ടുള്ള ബന്ധമല്ല, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിക്കണം. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എന്റെ ദൈവം എനിക്ക് തരും. ഞാൻ ചോദിക്കുന്നത് എന്റെ അപ്പൻ എനിക്ക് വരും. ഞാനും എന്റെ അപ്പനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം കൂടുമോ അത്രത്തോളം എന്റെ അപ്പൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. നിന്റെ ആത്മീകമായ ജീവിതം ഇന്ന് രാവിലെ വർദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചേ പറ്റൂ. ലോകപ്രകാരം വർദ്ധിക്കേണ്ട വേണ്ടത് ആത്മീകമായി വർദ്ധിക്കണം. ആത്മീകമായി വർദ്ധിച്ചാൽ നിന്റെ ജോലി വർദ്ധിക്കും. ആത്മീകമായി വർദ്ധിച്ചാൽ എന്തും വർദ്ധിക്കും. നിങ്ങൾ ആലോചിച്ചോ, പൂർവികന്മാർ ദൈവത്തെ ആരാധിച്ചത് കൊണ്ടാണ് അവരെല്ലാം തലമുറകൾ വർദ്ധിക്കാൻ തുടങ്ങിയത്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അപ്പനമ്മമാർ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? കരഞ്ഞത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് എന്തെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കരഞ്ഞതാ, നമുക്ക് വേണ്ടി ഉപവസിച്ചതാ, നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയതാന്ന് ഓർമ്മ വേണം. പക്ഷെ ഞാനും നീയും ഇനി ആത്മീകമായി വർദ്ധിച്ചാലേ പറ്റത്തുള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മീകമായി വർദ്ധനവ് നമ്മുടെ മേൽ ഇന്ന് പകൽ കൂടി വരണം. ആത്മീകമായി വർദ്ധിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് ആവശ്യമുള്ള സാമ്പത്തികം ദൈവം തരും, ഭക്ഷണം ദൈവം തരും. രാമേ പറഞ്ഞേ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ബഹുമാനം കൊടുത്താൽ സഹോദര സഹോദരിയെ വർദ്ധിക്കും. യൂദ പറയുന്നു, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ആത്മീകമായി വർദ്ധിക്കണം. നീ ആത്മീകമായി വർദ്ധിച്ചാലേ പറ്റൂ. നിന്റെ പാട്ട് വർദ്ധിക്കണം, ആരാധന വർദ്ധിക്കണം, സ്തുതി വർദ്ധിക്കണം, സ്തോത്രം വർദ്ധിക്കണം. ഹല്ലേലൂയ. അത് വർദ്ധിച്ചാൽ നിങ്ങൾ ചോദിക്കും, ഞാൻ പാടിയാൽ എന്ത് കിട്ടും, പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? നീ പ്രാർത്ഥിച്ചാൽ നന്മ കിട്ടിയിരിക്കും, നീ ആരാധിച്ചാൽ നന്മ കിട്ടിയിരിക്കും, നീ സ്തുതിച്ചാൽ നന്മ കിട്ടിയിരിക്കും. നിന്റെ ലൈഫിനകത്ത് ആത്മീകത്തിൽ വർദ്ധനവുണ്ടെങ്കിൽ ഭൗതികത്തിൽ വർദ്ധനവ് നിന്റെ വീട്ടിൽ വരും.
ഞാൻ പരിശോധിച്ചു, യൂത മാത്രമാണോ അങ്ങനെ പറഞ്ഞേ? അല്ല. ഒരു വാക്യം വായിച്ചേ, കൊലോസ്യ ലേഖനം 2-7 വാക്യം വായിച്ചേ. അവനിൽ വേരൂന്നിയും ആത്മീക വർദ്ധനവും പ്രാപിച്ചു. പൗലോസ് പറയുന്നത് കണ്ടോ? യൂത മാത്രമല്ല പറയുന്നത്, പൗലോസ് പറയുന്നു ദൈവത്തിൽ വേരൂന്നി ആത്മീക വർദ്ധനവും പ്രാപിച്ചോണം. ആത്മീകമായി വർദ്ധിച്ചാൽ എന്തെല്ലാം നന്മയുടെ അതൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെ ആത്മീക വർദ്ധന വരും എന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർദ്ധന വരുത്തുന്നു. പൗലോസ് പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ എന്ത് വരുത്തുന്നു? ആത്മീക വർദ്ധന വരുത്തുന്നു. നമുക്ക് എങ്ങനെ ആത്മീകമായി വർദ്ധിക്കാൻ പറ്റും? ഒരു കാര്യം പറയാം, അന്യഭാഷയുള്ളവൻ അന്യഭാഷയിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷയില്ലാത്തവൻ എപ്പോഴും ദൈവത്തിന് സ്തോത്ര സ്തുതി പറയണം. ഇന്ന് പകൽ എവിടെയൊക്കെ വീണു പോകുന്നത്? നമ്മൾ ആത്മീകമായി പവർ കുറയുമ്പോഴാണ്. എവിടെയൊക്കെ തകർന്നു പോകുന്നത്? എവിടെയൊക്കെ നമ്മുടെ ചാർജ് കുറയുമ്പോഴാണ്. ഒരാമേ പറഞ്ഞേ, പറഞ്ഞേ. ഇന്ന് രാവിലെ സമയം നമ്മൾ ആത്മീകമായി വർദ്ധിക്കുന്നവരായി തീരണം. ആത്മീകമായി ദിവസം കഴിയുന്ന ഒരു പുതുക്കം പ്രാപിക്കുന്നവരായി തീരണം. അന്യഭാഷ പ്രാപിച്ചവരാണെങ്കിൽ എപ്പോഴും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷ പ്രാപിക്കാത്തവരാണെങ്കിൽ എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറഞ്ഞു നടക്കണം. ആത്മീകമായി വർദ്ധനമാണ് ചെന്ന് സംഭവിക്കും. നീ ഓടൂല എന്ന് പറഞ്ഞാൽ നീ ഓടിക്കൊണ്ടിരിക്കും. ആത്മീകമായി വർദ്ധിക്കാൻ എന്ന് ആഗ്രഹിക്കണം. വെറുതെ ഒരു കഥയില്ല. അല്ലെങ്കിൽ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവും, വഴിയിൽ തകർന്നു പോകും. ആത്മീക ലെവൽ വർദ്ധിച്ചാൽ നിന്റെ ഭൗതിക ലെവൽ വർദ്ധിച്ചിരിക്കും. ആത്മീക എന്ത് ലഭിക്കും? നിങ്ങൾ കണ്ടോ? ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ്, അവന്റെ മേൽ എപ്പോഴാണോ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നത്, അവന്റെ നിഴലിനു വരെ വിലയുണ്ടാവാൻ തുടങ്ങി. ഒരു കാലത്ത് ദൈവത്തെ ആരാധിക്കുന്ന കൊന്നവനെ ദൈവ സാന്നിധ്യം അവനെ ഒന്ന് സ്പർശിച്ചപ്പോ കൊല്ലുന്നവനല്ല അവൻ വളരുന്നവനായി തീർന്നു. ഏദൻ തോട്ടത്തിൽ 2 പേര് വന്നു. ആദ്യം വന്നത് സാത്താൻ വന്നു. ഹവ്വയോട് സംസാരിച്ചു, പഴം കഴിപ്പിച്ചു. ആദം വന്നു, ആദമിന് പഴം കൊടുത്തു. അവർക്ക് നഷ്ടം എന്തുവാ? ഏദൻ തോട്ടം നഷ്ടം. അവർക്ക് നഷ്ടം ഒടിതുണി പോയി. എന്നാൽ വെയിലാറിയപ്പോൾ ഒരുവൻ വന്നു. യഹോവേ ദൈവം തോട്ടത്തിനകത്ത് വന്നപ്പോൾ ഉടുതുണി നഷ്ടപ്പെട്ടവനാ അവൻ ഉടുതുണി കൊടുത്തു. 2 പേർ അവിടെ ഏത് തോട്ടത്തിൽ വന്നു. സാത്താൻ വന്നത് ആത്മീകത്തിൽ അവനെ ഇല്ലാതെയാക്കാൻ. എന്നാൽ ദൈവം വന്നത് അവന്റെ പോയതിന് തിരിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. അവനെ ഒന്ന് അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. പിശാച് വരുന്നത് നിന്റെ ആത്മീകത്തിൽ നിന്ന് പിഴുതു മാറ്റാൻ. പിശാച് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏത് തോട്ടത്തിൽ ശത്രു കയറിയത് അവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കാനല്ല. നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം വരുന്നത് നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ മാനത്തെ തിരിച്ചു തരാൻ. പക്ഷെ പിശാച് ഏത് തോട്ടത്തിൽ കയറിയത് ഉള്ള മാനത്തെ കളയാൻ. ആത്മാവാരോട് പറയുന്നു, ഏത് തോട്ടത്തിൽ സാത്താൻ കയറിയത് ദൈവത്തെ പോലെ ആക്കാനല്ല, ഉണ്ടായിരുന്ന മാനം കളയാൻ. എന്നാൽ ദൈവം കയറിയതാ മാനം കെട്ടവനെ മാനിക്കുന്നവനാക്കാൻ. ആരോടോ ദൂതുണ്ട്. സാത്താൻ നിന്റെ വീട്ടിൽ കയറല്ലേ കേട്ടോ. നിന്റെ വീട്ടിൽ കയറേണ്ട ദൈവമാണെങ്കിൽ മാനം കെട്ടു നിൽക്കുന്ന നിന്നെ, മാനം കെട്ടുപോയവന് മാനം തരുന്ന ദൈവം. എഫേസ്യർ 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും പൗലോസ് പറയുന്ന വാക്കുണ്ടോ? ആത്മീക വർദ്ധനയ്ക്ക് നിങ്ങൾക്ക് ആത്മീകമായി വർദ്ധിക്കാം. അതിനൊറ്റ കണ്ടീഷനുള്ളൂ, നിന്റെ വായിന്ന് എപ്പോഴും നല്ല വാക്കുകൾ പുറപ്പെടണം. ആത്മീകമായി വർദ്ധിക്കണമെങ്കിൽ നല്ല വാക്ക് പുറപ്പെടണം.